നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് Q&A ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലാക്കട്ടെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കാലാങ്കിലാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാലാങ്കിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാങ്കി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്, സ്ഥലം എങ്ങനെയുണ്ട്, നൈസാണോ ഇല്ലയോ എന്നൊക്കെ പറ, വീഡിയോ ബോറിംഗ് ആണോ എന്നൊക്കെ പറയണം. അതുപോലെ ഇന്നിപ്പോൾ ജൂലൈ 1-ാം തീയതിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ നല്ല രീതിയിൽ മഴയാണ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു 11 മണി ആയപ്പോൾ ഒന്ന് സൂര്യനൊക്കെ വന്ന് തെളിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഒരു Q&A ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി Q&A കണ്ടിട്ടുണ്ടാവും. ഞാനത് ഇന്നാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് മലയും കുന്നും കാര്യങ്ങളും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമുക്ക് Q&A ചെയ്യാം. നമ്മുടെ ആദ്യത്തെ Q&A ആണ്. ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. ഇതുണ്ടോ, നോ സർവീസാണ്. ഇവിടെ റേഞ്ച് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 100 മീറ്റർ മേലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പാറയുണ്ട്. അവിടെ പോയാലേ ഒരു പുള്ളി റേഞ്ച് കിട്ടത്തുള്ളൂ. മൊത്തം റേഞ്ച് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിലും താഴേക്ക് ടൗണിൻ്റെ ഭാഗത്തോട്ട് പോകണം. അപ്പോൾ നമുക്ക് തൽക്കാലം റേഞ്ചുള്ള എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്ട് എന്നിട്ട് നമുക്ക് മേലേക്ക് പോവാം. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ ഈ മഴയും കോടയും മഞ്ഞൊക്കെ ആസ്വദിക്കുക തന്നെയാണ് പണി. റേഞ്ച് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വരണം. നമ്മൾ താമസിച്ച വീട് ഇതിൻ്റെ താഴെ കേട്ടോ, അവിടെയാണ്. ഇത് കാലാങ്കി ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഈ സൈഡിലൊരു പാറ കെട്ടുണ്ട്. അതുപോലെ ഈ റോഡ് നേരെ കാലാങ്കി ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. മുകളിൽ മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ പാറയിൽ വന്നിരുന്നിട്ടാണ് രാത്രിയിൽ ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് മുന്നോട്ടുള്ള കാഴ്ച ഉണ്ടോ, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സൺസെറ്റൊക്കെ കാണാം. അതുപോലെ തന്നെ മല മൊത്തം കാടാണ്. ആ ഭാഗമൊക്കെ കർണാടക ഫോറസ്റ്റാണ്. ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് കാണാം. നമ്മളിവിടുത്തെ ഫോട്ടോസും ലൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ ഇൻസ്റ്റ എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ. കേരളീയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പല അരുവികൾ ഇങ്ങനെ ഒഴുകുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു അരുവിൻ്റെ പല ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കാം. ആ ബൈക്ക് അങ്ങ് പൊക്കോട്ടെ. ആ ഭാഗത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കേൾക്കാം. അപ്പോൾ അതേ നമ്മൾ അതേ വണ്ടിക്കാണ് പോകുന്നത്. ചോദിച്ചു ഇതേ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പോവാം. ടെൻറ്റും സാധനങ്ങളെല്ലാം വണ്ടീൻ്റെ ഡിക്കിലുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ എവിടെയെങ്കിലും നല്ലൊരു വ്യൂ പോയിന്റ് നോക്കിയിട്ട് അവിടെ പോയിട്ട് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അടിപൊളി ഓഫ് റോഡാട്ടോ. അപ്പോൾ നമ്മൾ ടെൻറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ അതെ ടെൻറ്റ് ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലാങ്കി ഭാഗത്ത് ഇതുപോലുള്ള ഒരുപാട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിലും ഇതിൽ ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ ഇതുപോലുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് Q&A ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി Q&A കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശരി. കുറേ നേരം നമ്മൾ അവിടെ ഒരിടത്തിരുന്ന് തന്നെ വീഡിയോ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ പുതിയൊരു സ്ഥലം അന്വേഷിച്ച് വന്നതാണത്. ഇതിന് മുകളിൽ ഫുള്ള് കോട മൂടി കേട്ടോ. അപ്പോൾ സമയം ഉച്ചയാണ്. ഉച്ചയായപ്പോഴുള്ള അവസ്ഥ ഇതുണ്ടോ. ഇതിന് മുകളിൽ നമുക്ക് എവിടെയെങ്കിലും ടെൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ Q&A വീഡിയോൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിവിടെയുള്ള മലേൻ്റെ ടോപ്പിൽ പോയിട്ട് ഒരു വ്യൂ പോയിൻറ്റിൽ 1 അല്ല 2 വ്യൂ പോയിൻറ്റിൽ പോയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഒരു സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തു, ഒരു സ്ഥലത്ത് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇന്നെന്തായാലും ഭാഗ്യത്തിന് മഴയില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. എന്നാൽ ചെറിയ രീതിയിൽ നമുക്ക് അതിനകത്ത് മഴയും കിട്ടി. ബാക്കിലൂടെ ഇങ്ങനെ കോട പോകുന്ന അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചത് മല ഇറങ്ങുകയാണ്. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും തിരിച്ച് നമ്മളിപ്പോൾ വണ്ടി ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. തിരിച്ച് നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, കാലാങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൽ ഏതെങ്കിലും കൂടെ നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ചെറിയ അരുവികളും ഒക്കെ ഉണ്ട്. നമുക്കതുകൂടെ ഒന്ന് കാണാം. നമ്മളിതാ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ വന്ന റോഡാട്ടോ. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഇതിനുള്ളിൽ കൂടെ ഇതൊരു എന്താ അറിയില്ല, ഒരു പറങ്കിമാവ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്, ഒരു തോട്ടമാണ്. ഇതിനുള്ളിലേക്ക് ഒരു വഴി ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അവിടെ എന്തോ അപ്പുറത്ത് നമുക്ക് മലയും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഇതാണ് നമുക്ക് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, കാലാങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. കാലാങ്കി എന്ന് പറയുന്നത് അങ്ങ് ടോപ്പ് സ്റ്റേഷൻ മേലെ ഉള്ളത് മാത്രമല്ല, ഒരുപാട് സ്ഥലമുണ്ട്. അത് കാലാങ്കിൽ വന്ന് നിന്ന് കണ്ടാലേ അത് മൊത്തം കാണാൻ പറ്റത്തുള്ളൂ. വരുന്നവർക്ക് ഓരോ ദിവസമൊക്കെ ഒന്ന് റൈഡ് ചെയ്തിട്ട് ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തൂടെ ഇങ്ങനെ പോവാണ്. ആ ഭാഗത്ത് എന്തൊക്കെയോ സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കാം, അത് നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്ക് ആ ഭാഗത്ത് എന്തോ വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മെയിനായിട്ട് മലയോര മേഖല ആയതുകൊണ്ട് മൊത്തം മലയും കുന്നൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ കാണരുത്. നമുക്കിപ്പോൾ പോയാൽ എന്തായാലും അവിടെ ചിലപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കും, മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയായിരിക്കും കാണുന്നത്. എന്തായാലും പുള്ളി ജ്യോതിഷം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതുണ്ടോ? പിന്നെ ഇവിടെ പൊതുവേ ഈ ഭാഗത്തൊക്കെ കുറേ കോറുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ ചെങ്കൽ ടൈപ്പ് പാറ ഇതുണ്ടോ? ഇവിടെ ഒരു ചെങ്കൽ കോറി കാണാം. അതുപോലെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, അങ്ങോട്ട് അടിപൊളിയാട്ടോ. ഇപ്പോൾ കണ്ടോ, സ്കൈ ഒക്കെ കണ്ടോ, നല്ല മഴക്കോളുണ്ട്, ഫുള്ളും മഴമേഘങ്ങളാണ്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി, എങ്ങനെയുണ്ട് സ്ഥലം? നൈസല്ലേ? അപ്പോൾ ഇവിടെ കണ്ടില്ലേ, മൊത്തം കുഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭാഗം നല്ല വ്യൂ ആട്ടോ. നമുക്ക് ഇവിടെ വന്നാൽ നല്ല വ്യൂവും കാര്യങ്ങളാണ്. അവിടെ ബാക്കി ഭാഗമൊക്കെ അപ്പുറത്താണ്, അതിൻ്റെയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മൊത്തം മലയോര മേഖല ആയതുകൊണ്ട് നമുക്ക് എവിടെ ചെന്ന് നിന്നാലും ഇതുപോലൊരു വ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വഴി കണ്ടുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് കയറി പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് പോവാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മഴയ്ക്ക് മുന്നേ നമുക്ക് വീട്ടിലെത്തണം. അതുപോലെ നമുക്ക് ഇനിയും പോകുന്ന റൂട്ടിൽ വേറെയും കാഴ്ചകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെ ഇനിയും ഉണ്ട് വ്യൂ പോയിൻ്റ്. ആൾക്കാർ ഇപ്പോൾ താമരശ്ശേരിയിലൊക്കെ വ്യൂ പോയിൻറ്റിൽ വന്ന് നിൽക്കുന്ന പോലെ നമ്മളിപ്പോൾ വന്ന റൂട്ടിൽ ഒരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. സൺസെറ്റൊക്കെ കാണാൻ പാകത്തിനുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് സൺസെറ്റൊന്നും കിട്ടത്തില്ല. എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അതുകൂടെ ഒന്ന് കാണാം. അപ്പോൾ ഈ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് കണ്ടോ, നല്ല അടിപൊളി റോഡ്, ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെയുള്ള റോഡാണ്. ഈ റോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി സദക് യോജന ആ ഒരു ഫണ്ടിൽ വന്ന റോഡാട്ടോ. ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ റോഡ്. കണ്ടില്ലേ, ആ റോഡ് നല്ല അടിപൊളി റോഡും അതുപോലെ റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ചാലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി റോഡാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ വ്യൂ പോയിൻ്റ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ കാഴ്ചയൊക്കെ കാണാറുണ്ട്. ഞങ്ങൾ മുന്നേ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കണ്ടോ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന വലിയ മലയൊക്കെ നമ്മുടെ കാഞ്ഞിരക്കൊല്ലി, കണ്ണൂരുകാർക്കറിയാം, കാഞ്ഞിരക്കൊല്ലിയൊക്കെ അറിയാം. ആ കാഞ്ഞിരക്കൊല്ലിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ്. മൊത്തം കോടയിൽ മൂടി കിടക്കുകയാണ്. അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട്. നമുക്ക് വൈകുന്നേരം വന്നാൽ ആ ഭാഗത്താണ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുക. ഇപ്പോൾ പിന്നെ 4 മണി ആയതേ ഉള്ളൂ, എന്നാലും സൂര്യനൊന്നും കാണുന്നില്ല. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ മഴമേഘങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച.
അവിടെ കണ്ടോ ഒരു മയിലും ഉണ്ടോ? നോക്കി നോക്ക്. ഏതേ ഒരു മയില് ഏതേ റോഡ് ക്രോസ് ചെയ്തില്ല. കണ്ടോ പറന്നു. കേറില്ല. ഞാൻ ഇറങ്ങേണ്ടി വരും. ഞാൻ ഇറങ്ങാം. പക്ക ഓഫ് റോഡിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്തായാലും 2 പേരെയും കൊണ്ട് കയറത്തില്ല. അപ്പോൾ ഞാൻ ഇറങ്ങി കൊടുത്തു. അതുകൊണ്ട് കയറട്ടെ. നൈസായി, അടിപൊളി. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വേറൊരു റൂട്ട് വന്നതാണ്, അതിനുള്ളിൽ കൂടെയുള്ള ടാർട്ടർ റോഡല്ലാണ്ട്. അപ്പോൾ അതേതായാലും കാര്യമായി. ഈ സൈഡിലോട്ടുള്ള വ്യൂ ഉണ്ടോ? നിർത്തണം കേട്ടോ. പൊക്കോ, മെല്ലെ പൊക്കോ. കണ്ടില്ലേ, നമ്മൾ ഒരു മല നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കൂടെ. ഇതുണ്ടോ ഈ സൈഡിലോട്ടുള്ള വ്യൂ? നോക്ക്, അടിപൊളിയല്ലേ? ഇപ്പോൾ ഈ റോഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നോക്ക്, റോഡിൽ നിന്നൊന്നും പറയാനില്ല, ചെറിയ വഴിയാണ്. അടിപൊളി. അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ടോ? കമ്പി പോയോ? ഞാൻ ഇറങ്ങാം. നിക്ക്, ഫ്രണ്ട് വെക്കട്ടെ. അയ്യോ, അതിൻ്റെ പിന്നാലെ ഓടിയിട്ടാണ് ഇപ്പോഴത്തെ ഷോട്ട് എടുത്തേ. കുഴങ്ങി നല്ല കയറ്റോ. വണ്ടി കയറി പോകുന്നുണ്ട്. ഡിയോ ആയതുകൊണ്ട് 2 ആളെ വെച്ചിട്ടൊന്നും കയറത്തില്ല. ഒരാളെ ഇറങ്ങി കൊടുത്താൽ നൈസായിട്ട് കയറി പോകും. കൊടുക്ക് കയറില്ല. ഞാൻ തള്ളണ്ട വരും. ഇപ്പൊ വീണേ ഞാൻ. പൊളിയായിട്ടോ. നമ്മൾ വെറുതെ ഇതിലെ വന്ന് നോക്കിയതാ. നല്ല അടിപൊളി റൂട്ട്. ഇതിലെ ജീപ്പിന് വരണം, ഒറ്റാക്കും. നോക്കിയേ, വഴി നോക്കിയേ, ഫുള്ള് പുല്ല്. അപ്പോൾ ഞാൻ വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടി പോകുന്നുണ്ടോ ഇതിലെയാണ്. നൈസല്ലേ ഈ സ്ഥലം? കണ്ടോ, പൊളി. ഇവിടെ ഒന്നും വീടോ കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ ഇവിടെ താമസിച്ചിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള കയറി വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം പലരും ഇവിടുന്ന് മാറിപ്പോകുമായിരുന്നു. ഇവിടെയൊക്കെ വെറുതെ കിടക്കുന്ന ഭൂമികൾ. കൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്, പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റൂട്ട് കണ്ടോ, അടിപൊളി. വിട്ടോ എന്താ പോവില്ലേ? മൊത്തം പുല്ലാട്ടോ. അതേ ഈ ഹൈറ്റിൽ പുല്ലാണ്. എന്താവും അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് വണ്ടി ബാക്കി ഉണ്ടായാൽ മതിയായിരുന്നു. അതേ അങ്ങോട്ട് നോക്കിയാൽ ആ ഹൈറ്റിലൊക്കെ നമുക്ക് മല കാണാൻ പറ്റുമേ. ഈ ഒരു ഭാഗത്തൊന്നും വീടുകളില്ല, പക്ഷെ ആ ഭാഗത്താണ് വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വണ്ടിയുടെ അതിലേക്ക് പോകുന്നുണ്ട്. ഇതിലങ്ങനെ ആൾക്കാരൊന്നും വരാത്ത റൂട്ടാന്ന് തോന്നുന്നു. എന്താ ഈ വഴി അവസാനിച്ചോ? നടന്നോ? വിട്ടോ, ഞാൻ നടന്നോളാം. നല്ല വഴി എത്തുന്നിടം വരെ നമുക്ക് നടക്കാം, അതാ നല്ലത്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങേണ്ടി വരും. സാധനം ഫുള്ള് ഞാൻ കയ്യിലെടുത്തു. ഇത് നമ്മുടെ ആലങ്കോട ബാക്കിലുണ്ട്. ഇവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ആൾക്കാർക്ക് വരുന്നത്. താഴെയൊക്കെ പഴയ വീട് ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. പൊളിയല്ലേ? ഇത് കണ്ടപ്പോൾ എന്തായാലും നമ്മളൊരു ജീപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൽ നമ്മളൊരു ജീപ്പ് ട്രക്കിങ്, ഒരു ജീപ്പ് സഫാരി നമ്മൾ നടത്തും കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ താഴെയുള്ള കാലാങ്കി പള്ളീൻ്റെ ഒക്കെ വ്യൂ കാണാം കേട്ടോ. ഇതുണ്ടോ, ഫുള്ളും മലയാണ്. മലേൻ്റെ താഴ്വാരത്തുള്ള പള്ളിയാണ്. നമ്മൾ ആ കാലാങ്കി പള്ളീൻ്റെ മുമ്പിലുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പുള്ളീൻ്റെ വീട്ടിലേക്കൊക്കെ പോയത്. നമുക്കിനി മുന്നോട്ടുള്ള റോഡ് കിടക്കുന്നുണ്ടോ, ഇതിലെയാണ് ഫുൾ കാട്.
അപ്പോൾ ഞാൻ ഏതായാലും മുന്നിലെടുക്കാം, വണ്ടി ബാക്കിൽ വരട്ടെ, നമുക്ക് വഴി തെളിച്ച് പോവാം. ഇതുണ്ടോ, വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ, വേറെ ആൾക്കാരോ ഒന്നുമില്ല. അങ്ങ് നോക്കിയാൽ വലിയ വലിയ മലകൾ കാണാം, കോടയിൽ മൂടി കിടക്കുന്ന ഫുള്ള് കാട് പിടിച്ചൊരു വഴി. അവിടെ എന്തോ ലൈൻകമ്പി, ഇതിലെ ലൈൻകമ്പിയൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഉണ്ടാവും, മുകൾ ഭാഗത്തോ താഴ്ഭാഗത്തൊക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് കേട്ടോ. ഇവിടെ ആളുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ മുകളിലൊരു വീട് കാണാം, ഒരു തേക്കാത്ത എന്നൊരു വീടാണ്. നമുക്കിത് താഴെ അവിടെ ആയിട്ട് നല്ല വഴി കാണാം കേട്ടോ. ഇതിലൊക്കെ വണ്ടികൾ വരുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. ഇത് നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നടവഴിയാണ് കേട്ടോ. ഇതിലിപ്പോൾ വണ്ടികളൊന്നും വരാത്ത വഴിയാണ്. നടന്ന് ആ വീട്ടിലേക്ക് ഇപ്പോൾ കണ്ട ആ വീടുണ്ടല്ലോ, അവിടെ ആൾ താമസമുണ്ട്. അവിടെ ഉള്ള ആളോട് ചോദിച്ചു, അപ്പോൾ ഇതിലെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ആ വീട്ടുകാർ നടന്ന് മാത്രം വരുന്ന വഴിയാണ്. അതിലാണ് നമ്മളിപ്പോൾ ഈ വണ്ടി കൊണ്ട്, അതും എൻ്റെ വണ്ടി കൊണ്ട് വന്നത്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായി, നല്ലൊരു ട്രിപ്പായി. നമ്മൾ വിചാരിക്കാണ്ടാണ് നമുക്കിതിപ്പോൾ കിട്ടിയത്. ഇടിക്കുമോ? ഇടിക്കല്ലേ? ഏകദേശം 1/2 കിലോമീറ്ററിന് അടുത്ത് ഞാൻ നടന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം നല്ല വഴിയാണ്. എന്തായാലും കയറി പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചതേ വീട്ടിലെത്തി. അപ്പം നമ്മൾ ഇതിലേക്കോ ഓഫ് റോഡൊക്കെ നടത്തിയിട്ട് വന്നത് ഇതിലേന്നറിയോ? ഈ വീടിൻ്റെ ഇതിലേ ഒരു വഴിയുണ്ട്, ടാറൊന്നും ഇടാത്ത ചെറിയൊരു വഴി. ഇതിലെയാണ് നമ്മൾ വന്നത്. നമ്മളിത് ഇതിലേ പോയിട്ട് ഒരുപാട് മലകളൊക്കെ കറങ്ങിയിട്ടാണ് ഇതിലേ വന്നത്. എന്തായാലും നല്ല അടിപൊളിയായി. നമ്മളിവിടുന്ന് ഒരു പറ്റിയാലൊരു ജീപ്പ് എടുത്തിട്ട് നമ്മളിതിലേക്ക് ഒന്ന് കറങ്ങും കേട്ടോ. വണ്ടീൻ്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾ രണ്ടുപേരെയും വെച്ചുകൊണ്ട് ഒരുപാട് പോയതാണ്. നാളെ രാവിലെ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ വേണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യണം. കാലാങ്കിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.